നമസ്കാരം. ഇന്നത്തെ വീഡിയോയിൽ പൈത്തൺ മെയിൻ ഫംഗ്ഷനെ കുറിച്ചാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഇപ്പോൾ C++, ജാവ ഒക്കെ പഠിച്ചിട്ടുള്ളവരാണെങ്കിൽ അറിയാം, ഈ ലാംഗ്വേജുകളിലൊക്കെ പ്രോഗ്രാം സ്റ്റാർട്ട് ചെയ്യുന്നത് മെയിൻ എന്ന് പറയുന്ന ഒരു ഫംഗ്ഷനിൽ നിന്നാണ്. എന്നാൽ പൈത്തൺ ലാംഗ്വേജിൽ മെയിൻ എന്ന് പറഞ്ഞൊരു ഫംഗ്ഷൻ ഇല്ല. അപ്പോൾ അങ്ങനെയാണെങ്കിൽ പൈത്തൺ ഇന്റർപ്രറ്ററിന് എങ്ങനെയാണ് അറിയുക പ്രോഗ്രാം എവിടെ നിന്നാണ് സ്റ്റാർട്ട് ചെയ്യേണ്ടതെന്ന്? നമ്മുടെ പ്രോഗ്രാം എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ ഒരു ഫയലായിരിക്കാം, ചിലപ്പോൾ 2 ഫയലായിരിക്കാം, ചിലപ്പോൾ കുറേ ഫയലുകളുള്ള വലിയൊരു പ്രോജക്റ്റ് ആയിരിക്കാം. അപ്പോൾ നമ്മൾ റൺ ചെയ്യുന്ന സമയത്ത് പൈത്തൺ ഇന്റർപ്രറ്ററിനെ കണ്ടുപിടിക്കാൻ പറ്റേണ്ട ഈ പ്രോഗ്രാം എവിടെ നിന്നാണ് സ്റ്റാർട്ട് ചെയ്യേണ്ടത് എന്ന് അതെങ്ങനെ സ്പെസിഫൈ ചെയ്യാം? നമ്മുടെ പ്രോഗ്രാം റൺ ചെയ്യുന്ന സമയത്ത് എവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്യാമെന്ന് സ്പെസിഫൈ ചെയ്യുന്നത് എങ്ങനെയാണ് എന്നാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. ഇപ്പോൾ എന്തുകൊണ്ടാണ് പൈത്തൺ പ്രോഗ്രാമിംഗ് ലാംഗ്വേജിൽ മെയിൻ ഫംഗ്ഷൻ ഇല്ല എന്ന് പറയാൻ കാരണം, പൈത്തൺ പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് ഡെവലപ്പ് ചെയ്തത് വളരെ സിമ്പിളായിട്ട് യൂസ് ചെയ്യാവുന്ന രീതിയിലാണ്. പൈത്തൺ എന്ന് പറയുന്നത് ഒരു മൾട്ടിപർപ്പസ് ലാംഗ്വേജ് ആണല്ലോ. എന്ന് പറഞ്ഞാൽ സാധാരണ സോഫ്റ്റ്വെയർ ഡെവലപ്മെന്റ്, വെബ് ഡെവലപ്മെന്റ്, ഡാറ്റ സയൻസ്, മെഷീൻ ലേണിംഗ്, അതുപോലെ ഓട്ടോമേഷൻ, അങ്ങനെ ഏത് മേഖലയിൽ വർക്ക് ചെയ്യുന്ന ആൾക്കാർക്കും വളരെ സിമ്പിളായിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന രീതിയിലാണ് പൈത്തൺ ലാംഗ്വേജ് ഡിസൈൻ ചെയ്തിരിക്കുന്നത്. അതുകൊണ്ടാണ് ഈ പൈത്തൺ ലാംഗ്വേജിൽ ഈ പ്രോഗ്രാം സ്റ്റാർട്ട് ചെയ്യുന്നത് ഒരു മെയിൻ എന്ന് പറഞ്ഞൊരു ഫംഗ്ഷനിൽ നിന്ന് ആവണം എന്നില്ല എന്ന് അവർ ഡിസൈൻ ചെയ്യാൻ കാരണം. നമ്മൾ ഒരു ലൈൻ കോഡ് എഴുതി കഴിഞ്ഞാൽ അവിടെ നിന്ന് അങ്ങോട്ട് എക്സിക്യൂട്ട് ചെയ്ത് തുടങ്ങാം എന്നുള്ള രീതിയിലാണ് പൈത്തൺ ലാംഗ്വേജ് ഡിസൈൻ ചെയ്തിരിക്കുന്നത്. ഒരു സിമ്പിളായിട്ടുള്ള പ്രോഗ്രാമാണ് നിങ്ങൾ സ്ക്രീനിൽ കാണുന്നത്. ഹലോ വേൾഡ് പ്രിന്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ളത്. ആ ഒരു ലൈൻ കോഡേ ഉള്ളൂ, പ്രിന്റ് ഹലോ വേൾഡ്. അപ്പോൾ നമ്മൾ എഴുതുന്ന പ്രോഗ്രാം വളരെ സിമ്പിളായിട്ടുള്ളതാണ്. അപ്പോൾ ഏതെങ്കിലും ഒരു ഫംഗ്ഷനാലിറ്റി മാത്രമേ ഉള്ളതാണ്, അതല്ലെങ്കിൽ എന്തെങ്കിലും ഓട്ടോമേഷന് വേണ്ടിയുള്ളതാണ്. അങ്ങനെയൊക്കെ ആണെങ്കിൽ നമ്മൾ ഫംഗ്ഷനൊന്നും യൂസ് ചെയ്യേണ്ട ആവശ്യമില്ല. നമുക്ക് ആവശ്യമുള്ള കമാൻഡിനെ പൈത്തൺ ഫയലിനകത്ത് താഴെ നിരത്തി എഴുതി നമുക്ക് എക്സിക്യൂട്ട് ചെയ്യാവുന്നതേ ഉള്ളൂ. അപ്പോൾ അങ്ങനെ എഴുതുകയാണെങ്കിൽ ഫംഗ്ഷനൊന്നും ഇല്ലാത്ത ഒരു പൈത്തൺ പ്രോഗ്രാം ആണെങ്കിൽ പൈത്തൺ ഇന്റർപ്രറ്ററിന് അറിയാം പ്രോഗ്രാം സ്റ്റാർട്ട് ചെയ്യുന്നത് എപ്പോഴും ആദ്യത്തെ ലൈനിൽ നിന്നായിരിക്കും. പൈത്തൺ ഫയലിൽ എക്സിക്യൂട്ട് ചെയ്യാൻ പറ്റുന്ന ആദ്യത്തെ ലൈൻ തൊട്ടങ്ങോട്ട് താഴേക്ക് എക്സിക്യൂട്ട് ചെയ്തു പോകും. ഇപ്പോൾ ഇവിടെ ഒരു ലൈൻ മാത്രമേ ഉള്ളൂ, അപ്പോൾ അവിടെ നിന്ന് തുടങ്ങും. രണ്ടാമത്തെ ലൈൻ ഉണ്ടെങ്കിൽ അത് എക്സിക്യൂട്ട് ചെയ്യും, മൂന്നാമത്തെ ഉണ്ടെങ്കിൽ അത് എക്സിക്യൂട്ട് ചെയ്യും. അപ്പോൾ താഴെ അങ്ങനെ എക്സിക്യൂട്ട് ചെയ്തു പോകും. അപ്പോൾ ഇവിടെ യാതൊരു കൺഫ്യൂഷനും ഇല്ല. എന്നാൽ നമ്മുടെ പ്രോഗ്രാം വലുതായി അതിനകത്ത് കൂടുതൽ ഫംഗ്ഷനാലിറ്റി ഒക്കെ ഉണ്ടെന്ന് വിചാരിച്ചു. അപ്പോൾ നമ്മൾ ഫംഗ്ഷൻസ് യൂസ് ചെയ്യാൻ തുടങ്ങും. അപ്പോൾ അങ്ങനത്തെ സമയത്ത് പ്രോഗ്രാമിനോട് നമ്മൾ പറയണം ഇത് എവിടെ നിന്നാണ് സ്റ്റാർട്ട് ചെയ്യേണ്ടതെന്നുള്ളത്. അപ്പോൾ നമ്മുടെ പ്രോഗ്രാമിനകത്ത് ഇപ്പോൾ ഞാൻ മെയിൻ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഫംഗ്ഷൻ ഡിഫൈൻ ചെയ്തു. അതിനകത്താണ് ഹലോ വേൾഡ് പ്രിന്റ് ചെയ്യുന്നത്. ആ മെയിൻ എന്ന് പറഞ്ഞ പേര് കൊടുക്കാം, അല്ലെങ്കിൽ വേറെ എന്ത് പേര് വേണമെങ്കിലും കൊടുക്കാം. മെയിൻ എന്ന് കൊടുക്കണം നിർബന്ധമില്ല. ഞാൻ അങ്ങനെ എക്സാമ്പിളായിട്ട് കൊടുത്തെന്ന് മാത്രം. അപ്പോൾ ഇങ്ങനെ മെയിൻ ഫംഗ്ഷൻ മാത്രമുള്ള, അല്ലെങ്കിൽ ഒരു ഫംഗ്ഷൻ മാത്രമുള്ള ഒരു കോഡാണ്, അല്ലെങ്കിൽ കുറേ അധികം ഫംഗ്ഷൻസ് മാത്രമുള്ള ഒരു കോഡാണെങ്കിൽ പൈത്തൺ ഇന്റർപ്രറ്ററിനെ എങ്ങനെ അറിയുക ഇത് എവിടെ നിന്നാണ് കോഡ് സ്റ്റാർട്ട് ചെയ്യേണ്ടത് എന്നുള്ളത്? അപ്പോൾ നമ്മൾ ഏതെങ്കിലും ഒരു ഫംഗ്ഷനെ വിളിക്കണം, ഒരു കോൾ ചെയ്യണം. അതാണ് ഇവിടെ കണ്ടോ മെയിൻ എന്ന് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഈ പ്രോഗ്രാം ഫയൽ നമ്മൾ റൺ ചെയ്യുമ്പോൾ പൈത്തൺ കമ്പൈലർ നോക്കും ഇതിൽ എക്സിക്യൂട്ട് ചെയ്യാൻ പറ്റുന്ന കമാൻഡ് ഏതാ. എക്സിക്യൂട്ട് ചെയ്ത് തുടങ്ങാൻ പറ്റിയ കമാൻഡ് 4ാമത്തെ മാത്രമേ ഉള്ളൂ, മെയിൻ മാത്രമേ ഉള്ളൂ. കാരണം ഇതൊരു ഡെഫിനിഷൻ അല്ലേ. ഡെഫിനിഷൻ ഉണ്ടെങ്കിൽ അത് എക്സിക്യൂട്ട് ചെയ്യില്ല. ആ ഡിഫൈൻ ചെയ്ത ഫംഗ്ഷനെ വിളിച്ചു കഴിഞ്ഞാൽ മാത്രമേ അത് എക്സിക്യൂട്ട് ചെയ്യുള്ളൂ. അപ്പോൾ നമ്മളിവിടെ മെയിൻ എന്ന് കൊടുത്തു. അപ്പോൾ ഇത് കണ്ടു കഴിഞ്ഞാൽ പൈത്തൺ ഇന്റർപ്രറ്ററിന് മനസ്സിലായി ഇത് റൺ ചെയ്യണമെന്ന്. അപ്പോൾ എന്ത് ചെയ്തു, ഈ മെയിൻ മെത്തേഡിനെ വിളിക്കുന്നു. അപ്പോൾ നമ്മൾ ഒരു ഫയലിനകത്ത് നമുക്ക് ഒന്നിൽ കൂടുതലോ അങ്ങനെ കുറേ അധികം ഫംഗ്ഷൻസൊക്കെ ഉണ്ട്. അപ്പോൾ അങ്ങനത്തെ ഒരു സിറ്റുവേഷൻ ആണെങ്കിൽ നമ്മൾ അതിലെ ഏത് ഫംഗ്ഷനിൽ നിന്നാണ് പ്രോഗ്രാം എക്സിക്യൂട്ട് ചെയ്ത് തുടങ്ങേണ്ടത് ആ ഫംഗ്ഷനെ നമ്മളവിടെ കോൾ ചെയ്താൽ മതി ഡയറക്റ്റ് ആയിട്ട്. അപ്പോൾ അവിടെ നിന്ന് അങ്ങോട്ട് എക്സിക്യൂട്ട് ചെയ്ത് പൊക്കോളും. എന്നാൽ നമ്മുടെ പൈത്തൺ പ്രോജക്റ്റിനകത്ത് 1ൽ കൂടുതൽ പൈത്തൺ ഫയൽസ് ഉണ്ടെങ്കിലോ കുറേ മോഡ്യൂൾസ് ഉണ്ടെങ്കിലോ നമ്മുടെ പ്രോജക്റ്റിനകത്ത്, അപ്പോൾ അങ്ങനെ വരുന്ന സമയത്ത് നമ്മൾ കറക്റ്റായിട്ടുള്ള ഒരു എൻട്രി പോയിന്റ്, പ്രോഗ്രാമിൻ്റെ ഒരു സ്റ്റാർട്ട് പോയിന്റ് നമ്മൾ ഡിഫൈൻ ചെയ്യേണ്ടതുണ്ട്. അതുപോലെ നമ്മുടെ പ്രോഗ്രാമിനകത്ത് ഒരുപാട് ഫംഗ്ഷൻസ് ഉണ്ട്, കോഡ് എഴുതിയിട്ടുണ്ട്. ഈ കോഡൊന്നും അനാവശ്യമായി എക്സിക്യൂട്ട് ചെയ്യാൻ പാടില്ല. നമ്മുടെ പ്രോഗ്രാമിനകത്ത് നമ്മൾ പറയുന്ന ഒരു ഫംഗ്ഷൻ മാത്രമേ സ്റ്റാർട്ട് ചെയ്യാൻ പാടുള്ളൂ, റൺ ചെയ്ത് തുടങ്ങാൻ പാടുള്ളൂ. ഇപ്പോൾ ഇവിടുത്തെ എക്സാമ്പിളായിട്ട് പറയുകയാണെങ്കിൽ മെയിൻ എന്ന് പറയുന്ന ഫംഗ്ഷനാണ് എൻ്റെ പ്രോഗ്രാമിൽ സ്റ്റാർട്ട് ചെയ്യേണ്ടത്. ഇവിടെ 2 പൈത്തൺ ഫയൽസ് ഉണ്ട്, main.py ഉണ്ട്, utilities.py ഉണ്ട്. utilities.pyനകത്ത് അഡീഷന് വേണ്ടിയും സബ്ട്രാക്ഷന് വേണ്ടിയും 2 മെത്തേഡ്സ് ഞാൻ എഴുതിയിട്ടുണ്ട്. 2 നമ്പേഴ്സിൻ്റെ സം കാണാനും മൾട്ടിപ്ലൈ ചെയ്യാനും വേണ്ടിയിട്ട്. നമ്മുടെ മെയിൻ പ്രോഗ്രാമിനകത്തേക്ക് യൂട്ടിലിറ്റീസ് എന്ന് പറയുന്ന മോഡ്യൂളിനെ ഇമ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ഈ മോഡ്യൂൾ എന്താണെന്ന് അറിയില്ല എന്നുണ്ടെങ്കിൽ, മോഡ്യൂളും പാക്കേജും എന്താണെന്ന് കൂടുതൽ അറിയണമെന്നുണ്ടെങ്കിൽ അതിൻ്റെ വീഡിയോൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്, കാണാൻ മറക്കരുത്. അപ്പോൾ യൂട്ടിലിറ്റീസിനെ ഇങ്ങോട്ട് ഇമ്പോർട്ട് ചെയ്തു. അതിൽ നിന്നും ആഡ്, മൾട്ടിപ്ലൈ ഈ 2 മെത്തേഡിനെ ഞാനിവിടെ വിളിച്ചിരിക്കുകയാണ്. നമ്മുടെ പ്രോഗ്രാം സ്റ്റാർട്ട് ചെയ്യുന്നത് മെയിൻ എന്ന് പറയുന്ന എഴുതിയിരിക്കുന്ന ഒരു ഫംഗ്ഷനകത്ത് നിന്നാണ്. ഈ മെയിൻ എന്ന് പറഞ്ഞത് ഒരു പ്രീ ഡിഫൈൻഡ് നെയിം ഒന്നല്ല, നമുക്ക് എന്ത് പേര് വേണമെങ്കിലും ഇവിടെ കൊടുക്കാം. ഇനി ഈ പ്രോഗ്രാം സ്റ്റാർട്ട് ചെയ്യണമെങ്കിൽ ഞാനിവിടെ മെയിൻ പറഞ്ഞ ഫംഗ്ഷനെ കോൾ ചെയ്തിട്ടുണ്ട്, ഡയറക്റ്റായിട്ട് കോൾ ചെയ്തിരിക്കുകയാണ് മെയിൻ. അപ്പോൾ ഇവിടെ ഞാൻ ഒരു കണ്ടീഷൻ കൊടുത്തിട്ടുണ്ട്, ഇഫ് __name __ ഒരു സ്ട്രിംഗ് ആണ് കൊടുത്തിരിക്കുന്നത്. ആ സ്ട്രിങ്ങിൻ്റെ പേരെന്താ, __ main __. ഇതാണ് നമ്മൾ പുതിയതായിട്ട് കാണാൻ പോകുന്ന 2 പുതിയ സംഭവങ്ങളാണ്. ഒന്ന് ഒരു വേരിയബിൾ, ഒരു പ്രീ ഡിഫൈൻഡ് വേരിയബിളാണ് __ name എന്ന് പറയുന്നത്. പൈത്തൺ ഇന്റർപ്രറ്റർ ഓട്ടോമാറ്റിക്കലി ഒരു വാല്യൂ അസൈൻ ചെയ്യുന്ന ഒരു പ്രീ ഡിഫൈൻഡ് വേരിയബിളാണ് __ name എന്ന് പറയുന്നത്. അതിലെ വാല്യൂ മെയിൻ ആണോ എന്നാണ് ഇവിടെ ചെക്ക് ചെയ്യുന്നത്. അപ്പോൾ ഞാനിവിടെ പ്രിൻറ്റ് __ name എന്ന് കൊടുത്തു കഴിഞ്ഞാൽ
നെയിം എന്ന് കൊടുത്തു കഴിഞ്ഞാൽ അതിൽ വാല്യൂ എന്താണെന്ന് നിങ്ങൾക്ക് കാണാൻ പറ്റും. ഇപ്പോൾ ഇവിടെ മെയിൻ എന്ന് പ്രിൻറ്റ് ചെയ്തിരിക്കുന്നുണ്ടോ. അപ്പോൾ പൈത്തൺ ഓട്ടോമാറ്റിക്കലി അതിലേക്ക് വാല്യൂ അസൈൻ ചെയ്യുന്നുണ്ട്, ഒരു സ്ട്രിങ്ങിനെ അസൈൻ ചെയ്യുന്നുണ്ട്. എന്താണ് അസൈൻ ചെയ്യുന്നത്? കറൻ്റ്ലി നമ്മൾ റൺ ചെയ്യുന്ന പ്രോഗ്രാമിനകത്ത്, ആക്റ്റീവായിട്ടുള്ള പ്രോഗ്രാമിനകത്ത് ഈ വേരിയബിളിൻ്റെ വാല്യൂ, ഏത് വേരിയബിളിൻ്റെ വാല്യൂ, അണ്ടർസ്കോർ നെയിമിൻ്റെ വാല്യൂ എപ്പോഴും മെയിൻ എന്നായിരിക്കും ആക്റ്റീവായിട്ടുള്ള പ്രോഗ്രാമിനകത്ത് പറയുന്നത്. എന്നാൽ ഞാനിപ്പോൾ ഇതിനകത്തേക്ക് യൂട്ടിലിറ്റീസിനെ ഇമ്പോർട്ട് ചെയ്തിട്ടുണ്ടല്ലോ. എന്നാൽ ഞാനിവിടെ യൂട്ടിലിറ്റീസ് ഡോട്ട് നെയിം എന്ന് കൊടുത്താലോ. അപ്പോൾ ഇവിടെ പ്രിൻറ്റ് ചെയ്തത് യൂട്ടിലിറ്റീസ് എന്നാണ്. ഓക്കെ, അപ്പോൾ എല്ലാ പൈത്തൺ ഫയലിനും ഉള്ള ഒരു ഡിഫോൾട്ടായിട്ടുള്ള ഒരു പ്രിഡിഫൈൻഡ് വേരിയബിളാണ് അണ്ടർസ്കോർ നെയിം എന്ന് പറയുന്നത്. കറണ്ട് റൺ ചെയ്യുന്ന പൈത്തൺ ഫയലിൽ അത് റിട്ടേൺ ചെയ്യുന്നത് എപ്പോഴും മെയിൻ എന്നായിരിക്കും. അതിൻ്റെ അർത്ഥം എന്താ? അതിൻ്റെ അർത്ഥം നമ്മൾ ഈ മെയിൻ എന്ന് പറയുന്ന പൈത്തൺ ഫയൽ, ഈ മെയിൻ എന്ന് പറയുന്ന പൈത്തൺ ഫയൽ ഞാൻ ഇവിടെ നിന്നും റൺ ചെയ്യുന്ന സമയത്ത് മാത്രമാണ്, ഡയറക്റ്റായി റൺ ചെയ്യുന്ന സമയത്ത് മാത്രമാണ് ഈ മെയിനെ വിളിക്കുള്ളൂ. അല്ലാതെ ഈ മെയിനെ ഞാൻ വേറൊരു സ്ഥലത്തേക്ക് ഞാൻ ഇമ്പോർട്ട് ചെയ്ത് കഴിഞ്ഞാൽ അതിന് എക്സിക്യൂട്ട് ചെയ്യില്ല. ഇപ്പോൾ യൂട്ടിലിറ്റീസിനകത്ത് നോക്കുകയാണെങ്കിൽ അവിടെ ആഡും മൾട്ടിപ്ലൈയും കൂടാതെ ഞാൻ ടെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാനൊരു ഫംഗ്ഷൻ എഴുതി വെച്ചിട്ടുണ്ട്. അതായത് നമ്മുടെ ആഡും മൾട്ടിപ്ലൈയും ഒക്കെ കറക്റ്റ് വർക്ക് ചെയ്യുന്നില്ലേ എന്ന് എക്സിക്യൂട്ട് ചെയ്ത് നോക്കാൻ വേണ്ടിയിട്ട് ഞാനൊരു മെത്തേഡ് അവിടെ എഴുതി വെച്ചിട്ടുണ്ട്. നമ്മൾ പ്രോഗ്രാം എഴുതുമ്പോൾ അങ്ങനെയാണല്ലോ. പ്രോഗ്രാം എഴുതുന്ന സമയത്ത് നമ്മൾ ഒന്നിൽ കൂടുതൽ മോഡ്യൂൾ ഉണ്ടെങ്കിൽ ഈ മോഡ്യൂൾസ് എല്ലാം ഇൻഡിവിജ്വലി ടെസ്റ്റ് ചെയ്ത് നോക്കും അത് വർക്ക് ചെയ്യുന്നുണ്ടോ എന്ന് അറിയാൻ വേണ്ടിയിട്ട്. അപ്പോൾ അങ്ങനെ ടെസ്റ്റ് ചെയ്യാൻ വേണ്ടി ഒരു ടെസ്റ്റ് കേസ് എഴുതിയതാണ് ഇവിടെ കാണുന്നത്. അപ്പോൾ ഈ ടെസ്റ്റിനെ വിളിക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ ടെസ്റ്റ് എന്ന് എഴുതിയിട്ടുണ്ടല്ലേ. ഇനി ഈ ടെസ്റ്റിനെ എക്സിക്യൂട്ട് ചെയ്യണമെങ്കിൽ എന്താണ്, ഇവിടെ നിന്ന് ഡയറക്റ്റ് റൺ ചെയ്യുമ്പോൾ മാത്രമേ ഈ ടെസ്റ്റ് റൺ ചെയ്യാൻ പാടുള്ളൂ. അതാണ് അതിൻ്റെ അർത്ഥം. ഞാൻ ഇവിടെ കണ്ടീഷൻ കൊടുത്തിട്ടുണ്ട് കണ്ടോ, ഇഫ് അണ്ടർസ്കോർ നെയിം ഈക്വൽ ടു മെയിൻ ടെസ്റ്റ്. ഞാനിവിടെ ഈ utilities.py റൺ ചെയ്യുന്ന സമയത്ത് മാത്രമേ ഈ ടെസ്റ്റ് എക്സിക്യൂട്ട് ചെയ്യുള്ളൂ. ഈ യൂട്ടിലിറ്റീസിനെ നമ്മൾ മെയിനിലേക്ക് ഇമ്പോർട്ട് ചെയ്തിട്ടുണ്ടല്ലോ, ആ സമയത്ത് ഈ ടെസ്റ്റ് എന്ന് പറഞ്ഞിട്ടുള്ള ഫംഗ്ഷൻ എക്സിക്യൂട്ട് ചെയ്യില്ല. ഈ ടെസ്റ്റിനോട് വിളിച്ചിരിക്കുകയല്ലേ ഡയറക്റ്റായിട്ട്, ഇത് എക്സിക്യൂട്ട് ചെയ്യില്ല. കാരണം എന്താ? കാരണം ആ സമയത്ത് ഈ നെയിമിൻ്റെ വാല്യൂ മെയിൻ എന്നായിരിക്കില്ല. അപ്പോൾ നമുക്ക് ഈ യൂട്ടിലിറ്റീസിലുള്ള ഈ കണ്ടീഷൻ നമുക്ക് കളഞ്ഞ് നോക്കാം എന്തുണ്ടാവുമെന്ന് അറിയാലോ. ഞാനിപ്പോൾ അത് കളഞ്ഞു, സേവ് ചെയ്തു. ഇനി നമ്മൾ മെയിൻ എക്സിക്യൂട്ട് ചെയ്യാം. നമുക്കിതൊന്നും നമുക്ക് ആവശ്യമില്ല, ഇതെല്ലാം ഡിലീറ്റ് ചെയ്തു. ഓക്കെ, ഇനി ഈ കോഡൊന്ന് എക്സിക്യൂട്ട് ചെയ്ത് നോക്കുക. ഇപ്പോൾ എന്താ സംഭവിച്ചത്? ഇപ്പോൾ ഇവിടെ 2030 എന്ന് പ്രിൻറ്റ് ചെയ്തിരിക്കുന്നുണ്ടോ? നമ്മുടെ ഈ പ്രോഗ്രാമിനകത്ത് നമ്മൾ മെയിൻ ഫംഗ്ഷന് വിളിച്ചിട്ട് അവിടെ നമ്മൾ ആഡ് ചെയ്യാനുള്ള ഫംഗ്ഷനെയും മൾട്ടിപ്ലൈ ചെയ്യാനുള്ള ഫംഗ്ഷനെയും വിളിച്ചിട്ടുണ്ട്. അതിൻ്റെ റിസൾട്ടാണ് ഇവിടെ കാണുന്നത്. പക്ഷേ ഇവിടെ ഇവിടുന്ന് ഈ 30 എന്നും 200 എന്നും വരാൻ കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ അതിനെ ടെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്, യൂട്ടിലിറ്റീനെ ടെസ്റ്റ് ചെയ്യാൻ വേണ്ടി നമ്മൾ ഇവിടെ ഒരു ഫംഗ്ഷൻ എഴുതി വെച്ചിട്ടുണ്ടായിരുന്നു, ഇവിടെ വിളിച്ചിട്ടുണ്ടായിരുന്നു. ഇതിവിടെ ടെസ്റ്റ് ചെയ്യാൻ വേണ്ടി എഴുതിയതാണ് കണ്ടോ. ഇത് ടെസ്റ്റ് ചെയ്യുന്ന സമയത്ത് ടെസ്റ്റ് ചെയ്യാൻ വേണ്ടി എഴുതിയിട്ടുള്ളതാണ്. അപ്പോൾ ഇതിനെ ഇമ്പോർട്ട് ചെയ്യുന്ന സമയത്ത് ഓട്ടോമാറ്റിക്കലി ഇത് എക്സിക്യൂട്ട് ചെയ്യും. അപ്പോൾ അങ്ങനെ ചെയ്യാൻ പാടില്ലല്ലോ. അത് ഇവിടെ ടെസ്റ്റ് ചെയ്യാൻ വേണ്ടി നമ്മൾ എഴുതിയിട്ടുള്ളതല്ലേ. അപ്പോൾ അതുകൊണ്ട് നമ്മളിവിടെ കണ്ടീഷൻ കൊടുത്തിരിക്കുക. അപ്പോൾ ഇതിൻ്റെ അർത്ഥം ഈ ടെസ്റ്റിനി ഇവിടെ നിന്ന് റൺ ചെയ്യുമ്പോൾ, നമ്മൾ utilities.py എന്ന് പറയുന്ന ഫയലിന് റൺ ചെയ്യുമ്പോൾ മാത്രമേ ഇത് വർക്ക് ചെയ്യുള്ളൂ. നമുക്ക് തിരിച്ച് മെയിനിലേക്ക് പോകാം. ഇനി ഒന്ന് റൺ ചെയ്യുമ്പോൾ നമ്മുടെ ഈ 2 സ്റ്റേറ്റ്മെൻറ്റ് മാത്രമേ വർക്ക് ചെയ്തുള്ളൂ. അതുപോലെ തന്നെ ഈ മെയിൻ എന്ന് പറയുന്ന ഫംഗ്ഷൻ ഉണ്ടല്ലോ, ഇതിനെ നമുക്ക് വേറെ എവിടെയെങ്കിലും നമുക്ക് ഇമ്പോർട്ട് ചെയ്തെടുക്കാൻ വേണമെങ്കിൽ, അപ്പോൾ അങ്ങനെയാണെങ്കിലും ഈ ലൈൻ ഓഫ് കോഡ് എക്സിക്യൂട്ട് ചെയ്യില്ല. ഈ ലൈൻ ഓഫ് കോഡ് എക്സിക്യൂട്ട് ചെയ്യണമെങ്കിൽ എവിടെ നിന്ന് റൺ ചെയ്യണം? ഇവിടെ നിന്ന് റൺ ചെയ്താൽ മാത്രമേ എക്സിക്യൂട്ട് ചെയ്യുള്ളൂ. അപ്പോൾ നോർമൽ കേസിൽ നമ്മൾ സാധാരണ ഒരു പ്രോഗ്രാം എഴുതുന്ന സമയത്ത് ഇങ്ങനൊരു കണ്ടീഷൻ കൊടുക്കേണ്ട ആവശ്യമില്ല. നമ്മൾ പ്രോജക്റ്റൊക്കെ ഡെവലപ്പ് ചെയ്യുന്ന സമയത്ത്, കുറേ അധികം പൈത്തൺ ഫയൽസ് ഉള്ള പ്രോജക്റ്റൊക്കെ ഡെവലപ്പ് ചെയ്യുന്ന സമയത്ത് ഇങ്ങനെ കൊടുക്കുക എന്നുള്ളത്, ഈ കണ്ടീഷൻ കൊടുക്കുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. പൈത്തൺ ബിഗിനർ സീരീസിൽ കുറച്ച് ടോപ്പിക്ക് കൂടെ എനിക്ക് കവർ ചെയ്യാനുള്ളൂ. നിങ്ങൾക്ക്